ഉദ്യോഗസ്ഥരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെയും നാട്ടാരെയും സലാം. അസ്സലാമു അലൈക്കും. ലോകമൊട്ടുക്കും ഇന്ന് സാമ്പത്തിക മാന്ദ്യത്തിൽ കറങ്ങുകയാണ്. അമേരിക്ക അടക്കല്ല വലിയ കിബറന്മാരൊക്കെ പൊട്ടി പാലീസായി. കിബർ നടിച്ച അങ്ങനെ തന്നെ പറഞ്ഞൊരു കഥ ഉണ്ട്. ഈ സമയത്ത് അതിന് നല്ല പ്രസക്തി ഉണ്ടാവും. അത് ഞങ്ങൾക്ക് പറഞ്ഞതാണ്. എന്താന്ന് വെച്ചാല് ഒരു വലിയ മുതലാളിന്റെ ഈ ലോകത്ത് വെച്ച് കിട്ടുന്നതിലൊക്കെ മുന്തിയത് മൂപ്പരത്തിന്റെ ഒരു പടുകൂറ്റം മണിമാളിക, അതിനൊക്കെ പൂന്തോപ്പ്, എന്തിനധികം പറയണം, ആരും മോഹിക്കുന്ന ഒരു കെട്ടിയോളും. ഇന്നാണ് രസം. ഒരു ദിവസം മട്ടുപ്പാവിലിരുന്ന് ഇയാൾ ഭാര്യയുമായി ചർച്ചയിങ്ങനെ കുത്തർക്കുന്നു. അപ്പോഴാണ് താഴ്ന്നൊരു വിളി, അയ്യോ വല്ലതും തരണേ, പാവമാണേ, വല്ലതും തരണേ. തന്റെ രസച്ചരട് മുറിച്ചു കളഞ്ഞ യാചകനോട് ഇയാൾക്ക് കളി കയറി. താഴെ നല്ലൊരു ഊട്ടിപ്പട്ടിൻ്റെ ഇയാൾ ഇറങ്ങി ചെന്ന ആ ഊട്ടിപ്പട്ടിന് ആ പാവം യാചകന്റെ നേർ കഴിച്ചെടുത്തു. പാവം ആ മനുഷ്യന്റെ കടിച്ചെടുത്തു പട്ടി. വേദന കൊണ്ട് അയാൾ തുണി കൂടെ സാറിന് മൂത്തയച്ചിക്കണേ. പച്ച പാവല്ലേ. സംഗതി ഏതായാലും മുതലാളിന്റെ പെണ്ണുങ്ങളിൽ നല്ലോളേത്. ഓള് പറഞ്ഞു, ഇക്ക ഇവരെന്താ കാട്ടിയത്? ആ സാധുവിനോട് മാപ്പ് ചോദിച്ചോളെ. അയാൾ ദേഷ്യം കയറി പറഞ്ഞു, ഇച്ചൊന്ന് പോകണ്ടെന്ന്, ഇച്ചു മാണ്ടിയതൊക്കെ ഞാനും കാട്ടും പറഞ്ഞു. ആ സമയത്ത് ആ പാവം യാചകൻ ഒരു മരച്ചട്ടിയിലിരുന്ന് കരഞ്ഞിങ്ങനെ പഠിച്ചവനോട് പരാതി പറയണേ. അല്ല കൂട്ടരെ, നിങ്ങൾ മറന്നോ? ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന പഠിച്ചോ കടുപ്പം കേൾക്കുമെന്ന് ഞങ്ങളോട് കഴിഞ്ഞെല്ലാം പറഞ്ഞത്. അതേമാതിരി ഇയാളെ തുണി പഠിച്ചോം കേട്ടു. പിന്നല്ലേ പുകില് നമുക്ക് കേൾക്കണോ? ഈ മുത്തനബിറായ മുതലാളിക്ക് അസുഖം വന്നു. ചില്ലറ അസുഖമല്ല, എല്ലാരും വെറുക്കുന്ന അസുഖം. ഏതായാലും കുറെ ചികിത്സിച്ചു നോക്കി, കോയി ഫായിദ നഹി ഹെ. മാത്രല്ല ഇല്ല സ്വത്തൊക്കെ വിറ്റ് തൊലക്കുകയും ചെയ്തു. ഒടുക്കെ ആ വലിയ മാളികയും വിറ്റു. സ്നേഹനിധിയായ ഭാര്യ അല്ലാത്ത എല്ലാവരും മൂപ്പരെ ഒഴിവാക്കി. ആ പെണ്ണ് ഇപ്പത്തെ ചെറ്റക്കുടിലിൽ അയാളെ പരിപാലിച്ചു. പക്ഷെ ഓളെ കുടിക്കാർ വന്നോളെ ബലമായി കൊണ്ടുപോയി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഓളെ വേറെ കെട്ടിക്കുകയും ചെയ്തു. മാപ്പിളൻ്റെവർക്ക് ചെന്നപ്പോഴല്ലേ സംഗതി അറിയണം. മൂപ്പരാൾ വെല്ല് മുന്നിക്കണ്. ഒടുക്കം നോക്ക് മനസ്സിലായി ഇത് പഴയ യാചകനാണെന്ന്. ഇന്ന് ബടാ സമ്പന്നനായിക്കണ ഇയാള്. അങ്ങനെ പുതിയപ്പളിയും അസുഖം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കേന്. അതിനിടക്ക് ഒരു ദിവസം പേരന്റെ മുറ്റത്തുനിന്നുണ്ടൊരു വീട്, അയ്യോ വല്ലതും തന്നെ, പാവമാണേ, ഇപ്പൊ ചാകുവേ. അതിന് നല്ലോനായ മുതലാളി പറഞ്ഞു, എടി ആ പാവത്തിന് എന്തെങ്കിലും കൊടുത്താ നിങ്ങളോട് പറയാണ്. രാജകനെ കണ്ടെത്തി പെണ്ണ് ബോധം കെട്ടത് വീണു. അല്ലാ, എന്താ കാരണം അറിയോ? അതോളെ പഴയ ഭർത്താവേനി. എങ്ങനെയുണ്ട് ചങ്ങായിമാരെ? അതുകൊണ്ട് ആരും കിബർ കാട്ടണ്ട, പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കണ്ട. മേലെ ഒറ്റനുണ്ട്, മറക്കേട്ടോ. ഇതാണിക്ക് ബുഷിനോടും ടോണി ബ്ലെയറിനോടും എല്ലാ ലോക തെമ്മാടികളോടും പറയാനുള്ളത്. നിങ്ങളെ സാമ്രാജ്യത്തെ 8 നിലയിൽ പൊട്ടിയതിന്റെ മെയിൻ കേസ് ഇതാണ്. ഞാൻ നിർത്താം. അസ്സലാമു അലൈക്കും.